ആദ്യം അതെടുക്കണമെങ്കിൽ ഞാനെന്ത് പറയണമെന്ന് പറഞ്ഞതാണ് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയണ പോലെ വിഡിതമായി പോയാൽ അതും ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത് ചെയ്ത് ശീലമില്ല. എനിക്ക് ശീലമൊന്നുമില്ല. നമ്മള് ഇത്രയും Hey guys, welcome to Heaven of Munnar. നേരെ എൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയി തോന്നിയത് പെറ്റൽസ് ആണ്, റോസ് പെറ്റൽസ്. പിന്നെ ഞാനും ഒരു ആനപ്രേമിയാണ്, അതേപോലെ തന്നെ ഗണപതി. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അത്യാവശ്യം ഗണപതി കളക്ഷൻസ് ഒക്കെ. ഇത്രയും വലുതില്ല, എന്നാൽ പോലും ഇവിടെ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അരിയും ആ ചന്ദനത്തിന്റെ ഇതും ലെമനൊക്കെ ഫുൾ ഓൺ പോസിറ്റീവ് വൈബ് തന്നെയാണ്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കണക്കിന് വൈകിട്ട് ട്രക്കിങ്ങിന് പോകാനുള്ള ഒരു പരിപാടി പ്ലാൻ ആക്കി. അങ്ങനെ ഇവരായിട്ട് സംസാരിച്ച് ഡ്രൈവർ എപ്പോഴാണ് വരാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സെറ്റ് ചെയ്ത് അവൻ 3 o'clock പറഞ്ഞു. ദെൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ പാലക്കാട് ജ്വല്ലറിയിലെ കുറച്ച് ന്യൂ കളക്ഷൻസ് കണ്ടു. അവിടെ അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. പാലക്കാട് റിസോർട്ട് full vibe reloaded place but one of my favorite place. ആക്ച്വലി സെക്കൻഡ് ടൈമാണ് ഞാൻ പറക്കാട്ട് വരുന്നത്. എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇവിടെ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ടൈം ആണെങ്കിലും ഉച്ച സമയത്താണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒക്കെ വന്നിരിക്കുമ്പോൾ നല്ല വൈബാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു കോട പ്ലേസ് ആണ്. അവിടെ കുറെ നേരം ഞാൻ എൻജോയ് ചെയ്തു. നല്ല വ്യൂ ആയിരുന്നു. അത്യാവശ്യം അത്ര തണുപ്പില്ലെങ്കിലും ഇതൊരു ഏകദേശം ഒരു മോർണിംഗ് ടൈമാണ്. എന്നാൽ അത്ര ഒരു വെയിലില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് ഫാമിലിയും കൂടെ ഉണ്ടായതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ആക്ച്വലി ഇത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള എന്റെ പറക്കാട്ട് വിസിറ്റ് ആണ്. റിയലി എൻജോയ് ചെയ്തു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ യാത്ര മനോഹരം, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നുള്ളൊരു വൈബ് തന്നെയാണ് ലൈഫിൽ. ഈ ഫ്രസ്ട്രേഷത്തിന്റെ ഓട്ടത്തിന്റെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഓഫായിട്ട് ട്രിപ്പ് പോയി എൻജോയ് ചെയ്യുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതിന് ബെസ്റ്റ് പ്ലേസ് ആണ് പാലക്കാട്. യെസ്, ഐ ലവ് പാലക്കാട്. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോകും. റൂമിലെ വൈബ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ എന്റെ കുടുംബം ഉണ്ട്, അതായത് അമ്മക്കിളിയും പൊന്നും അച്ഛനൊക്കെ ഉണ്ട്. അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മെയിൻ ആയിട്ടും വാൾ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ട് കയറി. ഇതാണ് ഇപ്പൊ ഒരു ക്യാമറമാന്റെ ഒരു വൈബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 2 പറവകളുടെ ഇടയിൽ കൂടെ ക്യാമ്പ് വരുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മെയിൻ റൂമിലെ മെയിൻ സംഭവങ്ങൾ. ഞങ്ങൾ ഇന്റർ കണക്റ്റഡ് റൂമാണ് എടുത്തത്. ആക്ച്വലി നേരെ അമ്മ പൊന്നു അടുത്ത പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഹാർട്ടിന്റെ ഇടയിൽ കൂടെ ക്യാമറ തള്ളി പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പം നല്ല സ്പേഷ്യസ് ആണ് റൂം. ഇത് ഞാൻ എസ്പെഷ്യലി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ വന്നവർക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. അപ്പൊ വട്ടുവിട്ട് നമ്മുടെ മാനേജറിനോടും അല്ലെങ്കിൽ ട്രക്കിങ്ങിന്റെ കാര്യമൊക്കെ സംസാരിച്ച് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ് കൺവിൻസിന്റെ ഭാഗമാണ് കാണുന്നത്. പൊന്നു ഇതൊക്കെ കുറെ കേട്ടുണ്ടെന്നൊരവസ്ഥ. അമ്മ ദൈവത്തിന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഞങ്ങളുടെ കഥ കേട്ടോണ്ടിരിക്കുന്നു. നമുക്ക് നേരെ ബാൽക്കണി വ്യൂ കാണാം. അടിപൊളി വൈബാണ്, ഒന്നും പറയാനില്ല. കാരണം ഇത് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അവിടെ പോയി എൻജോയ് ചെയ്യുമ്പോൾ ഒരു വൈബ് എൻ്റർലി ഡിഫറെന്റ് തന്നെയാണ്. ഈ വെയിലടിക്കുന്ന സംഭവത്തിന് അത്ര വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും ആകെ മൊത്തം ടോട്ടലി അടിപൊളി വൈബായിരുന്നു. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മോർ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു വൈകിട്ട് ട്രക്കിങ്ങിന്റെ പരിപാടിക്ക്. കാരണം അമ്മ വരില്ല എന്ന് ഒറ്റക്കാലിൽ നിന്നിട്ട് പറഞ്ഞ് സമീപിച്ചാണ്. ഞാനെന്ത് പറയണമെന്ന് പറഞ്ഞതാണ് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയണ പോലെ വിഡിതമായി പോയാൽ അതും ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത് ചെയ്ത് ശീലമില്ല. എനിക്ക് ശീലമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരല്ലേ. ഞാനത് ചെയ്യാത്തൊരു വ്യക്തിയാകുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നാട്ടുകാർ അതിന്റെ സങ്കടം ഞങ്ങൾക്കറിയാമോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇത് പറക്കാട് റിസോർട്ട്, മൂന്നാറിലുള്ള പറക്കാട് റിസോർട്ടിനെ പറ്റി ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ഈ വ്ളോഗിന്റെ ഉദ്ദേശം വന്നുപോയവരുടെ മെമ്മറീസിനെ തട്ടിവിടാനും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരുടെ ആഗ്രഹത്തിന് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഇത്തവണ കുറെ നാൾക്ക് ശേഷം വന്നതിന്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഫാമിലിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ മിനി ക്യാമറയിലേക്ക് നോക്കൂ. അമ്മ മൂന്നാറ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആ ആഗ്രഹം കൊണ്ട് സാധിച്ചു തന്നേക്കാതെ. ഓവർ ടു അമ്മ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം? നല്ല റിസോർട്ട്. ഞാനിപ്പോ എന്റെ മോളുടെ കൂടെ പല റിസോർട്ടിലും പോയിരുന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാ അർത്ഥത്തിലും താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കണേ അതേപോലത്തെ ടേസ്റ്റ്, നല്ല ഫുഡ്, നല്ല താമസ സൗകര്യം, എല്ലാ അർത്ഥത്തിലും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ വൺ കംഫർട്ട് ആയിരുന്നു. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ റൂം സർവീസ് ആണെങ്കിലും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമുക്ക് ഒരു ഇതിൽ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഓൺ വൈബാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഇന്റർകണക്റ്റഡ് റൂമാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മുടേതായ പ്രൈവസിയാണ് മെയിൻ ആയിട്ട് തന്നെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രൈവസി ആണല്ലോ നോക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഞാനും ഭയങ്കര ഹാപ്പി ആയി. ഇപ്പൊ അമ്മയും അച്ഛനും പൊന്നുവിനൊക്കെ കൊണ്ടുവന്നിട്ട്
സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഒരു തണുപ്പ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പുട്ടുപോലെയാണ് നമ്മുടെ മിനിക്കുട്ടി ഓടി നടക്കുന്നത്. ആൻഡ് ഫുഡിന്റെ കാര്യത്തിലും എല്ലാം ലൈക്ക് അമ്മയ്ക്ക് എല്ലാ രീതിയിലും ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു പാലക്കാട് റിസോർട്ട്. ഒരു നല്ലൊരു വൈബ് എനിക്ക് ഫാമിലിക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തതിന്. ആൻഡ് ബെസ്റ്റ് റിസോർട്ട് വൺസ് ഐ ചൂസ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നാളെ പോണോ? നാളെ പോണം. പക്ഷെ നമുക്ക് നിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതെ, ഈ പോയിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി പോവണം. നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആര് വന്നാലും വന്നതൊരു നഷ്ടമായി എന്നുള്ളൊരു ഇതുണ്ടാവില്ല. എല്ലാ അർത്ഥത്തിലും അവര് 100% ഹാപ്പി ആയിരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ഹാപ്പിയാണ് 100%. ഞാൻ എന്റെ എന്താ പറയാ, എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലത്തെ ഒരു ഇതാണ് എനിക്ക് ഇവിടെ വന്നപ്പോ കിട്ടിയത്. ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഏതൊരു മനുഷ്യനും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്ക് നല്ലൊരു താമസ സൗകര്യം, അതിലും ഉപരി നല്ല ഭക്ഷണം, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതിന് ഫുൾ ഗ്യാരണ്ടിയാണ് ഞാൻ. നല്ല ഫുഡാണ്, ഒരു തരത്തിലും ഒരു കുറ്റവും പറയാനില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവര് ഇഷ്ടമുള്ള ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. അടിപൊളി ഫുഡാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി കാലത്ത് എവിടെ പോയാലും അമ്മയ്ക്ക് ഫാൻസാണ്. ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ എന്താ കിഴങ്ങുപ്പേരിയും സംഭവങ്ങളൊക്കെ കൊടുത്ത് അവരായിട്ട് ഭയങ്കര ഇന്ററാക്ഷൻ ആയിരുന്നു. അമ്മ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ആരാണെന്നുള്ളത്. ഞാൻ ആക്ച്വലി അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കാണാൻ വന്ന ഒരാൾക്ക് പേര് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുക. ആൻഡ് ഞാൻ ഒരു അമ്മയുടെ ആൾക്കാരെന്ന് പറയുമ്പോ ഇവരൊക്കെ എന്റെ ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊക്കെ ആ ബന്ധത്തില് ഒരു ബന്ധമില്ല. എന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധാണ്. ഇത്രയും ആൾക്കാർ ക്രൗഡായിട്ട് വരുന്ന വിചാരിച്ചില്ല. ചെറുത് തൊട്ട് വലുത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ സംഭവത്തിനെ ഫുള്ളായിട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തന്നിട്ട് ഞാൻ ഈ കംപ്ലീറ്റ് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ആക്ച്വലി എല്ലാവർക്കും അറിയാലോ ഇവിടെ കേവ് റൂംസും, ഇവിടെ മെയിൻ ആയിട്ട് ഡീലക്സ് റൂംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ. താഴെ ട്രെക്കിങ്ങിലേക്ക് പോകുമ്പോഴാണ് കേവ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫുൾ ഓൺ വൈബായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻജോയ് ചെയ്ത സ്ഥലങ്ങളും ഫുള്ളായിട്ട് ഒരു മൂന്നാർ പറക്കാട്ട് റിസോർട്ടിന്റെ ഒരു ഫുൾ വൈബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം പോയി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട്, പൊന്നു എപ്പോഴും ഫ്രഷ് ആയിട്ടില്ല, പൊന്നു ഇനി ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ കുറെ നേരം എടുക്കും. നിങ്ങൾക്ക് ആർബൂന്നിലൊക്കെ ചീകി കൂട്ടി എല്ലാവരും ഡ്രസ് ചെയ്തതിനു ശേഷം അതിലേക്ക് അവിടെ ഡ്രസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് സ്റ്റേ ട്യൂൺ ചെയ്യുക. ഈ വീഡിയോന്റെ എൻഡ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മിസ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണാം. അതേപോലെ ഇൻസ്റ്റയിൽ ഞാനൊരു സംഭവം പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഫുൾ വൈബ് ഒന്ന് എൻജോയ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. ഓക്കെ, കഴിക്കാനായിട്ട് പൈസ. സോ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പറക്കാട്ടിലെ റെസ്റ്റോറന്റ്. ബുദ്ധ പെറ്റൽസ്, നല്ല അടിപൊളി, എന്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറി, അതായത് റെസ്റ്റോറന്റിലോട്ട് കയറി. എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് നോക്കാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ദെൻ ഉപ്പിലിട്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഏറ്റവും കൂടുതൽ അമ്മ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കഴിച്ചത് ലൈക്ക് വടയാണ്. ദെൻ പൊന്നു വന്നിട്ട് പൂരി ബാജി കഴിച്ചു. ഞാൻ ഓൾമോസ്റ്റ് ഫുഡിന് കുറച്ച് ബാക്കൗട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശെ എടുത്തുള്ളൂ. ആൻഡ് ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. വടയും നല്ല ക്രിസ്പി സംഭവമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റിലും ഡിഫറെന്റ് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഹെവി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിന്റെ കാര്യം ഏകദേശം തീരുമാനവും. കാരണം അത്രയും വെറൈറ്റീസ് ഉള്ളതുകൊണ്ടും ആൻഡ് ഡിലീഷ്യസ് ആയതുകൊണ്ടും. ആൻഡ് മെയിൻ ഹൈലൈറ്റ് സംഭവം കണ്ടല്ലോ, കഞ്ഞി. അതായത് കാലത്ത് പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. വയറ്റിൽ കിട്ടുന്ന ഒരു തണുപ്പ്. നൂഡിൽസ് കഴിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ നൂഡിൽസ് അവിടെ വെച്ചു. ഞാൻ പൊന്നൊന്നും കാണിച്ചു കൊടുത്തില്ല നൂഡിൽസ്, ബിക്കോസ് അവൾ എപ്പോൾ നോക്കിയാൽ നൂഡിൽസ് കഴിക്കുന്ന ഒരാളാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ്, ക്യാരറ്റും കോളിഫ്ലവർ ആയിട്ടുള്ളത്. ദെൻ നാൻ, ഓക്കെ, ദെൻ സ്റ്റൂ, അങ്ങനെ കുറെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സംഭവങ്ങളൊന്നും ഞാൻ തൊട്ടില്ല. ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് കഴിച്ചത്, ബിക്കോസ് ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബാക്കിലോട്ടായിരുന്നു. ഇത് നമ്മുടെ ചട്നി ഐറ്റംസ്, ദോശ, ചട്നി, ചമ്മന്തി സംഭവങ്ങളെല്ലാം. ഓക്കെ, സോ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ലൈവ് കിച്ചൺ. ഇവിടെയാണ് നെയ് റോസ്റ്റ്, ഓംലെറ്റ്, ബുൾസായ്, ഡബിൾ ബുൾസായ്. ടൈം കഴിഞ്ഞുകൊണ്ട് നമുക്ക് പറ്റിയില്ല, പക്ഷെ എസ്റ്റർഡേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ദെൻ ഇതാണ് ഞാൻ പറഞ്ഞ കട്ട് ഫ്രൂട്ട് സെക്ഷൻ, സാലഡ് സെക്ഷൻസ് ഒക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് എന്റെ ഫേവറേറ്റ് ആണ്, ഉപ്പിലിട്ടത്. ഇതിൽ ഓൾമോസ്റ്റ് ദെൻ കേക്ക്, റസ്ക് സംഭവങ്ങള്. ഈ ഭാഗത്തേക്ക് ഞാൻ വന്നില്ല. ഇത് ക്യാരറ്റ് ഉപ്പിലിട്ടത്, ദെൻ ഉള്ളി, ദെൻ പേരയ്ക്ക. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സംഭവം. ദെൻ പപ്പായ,
ദെൻ ചില്ലി, അങ്ങനെ ഉപ്പിലിട്ട കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ദെൻ ആ സെക്ഷൻ ഫുൾ അങ്ങോട്ട് നടന്നിട്ട് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ പോയി. ഇത് ഈ ഭാഗത്തേക്ക് ഞാൻ വരാറില്ല, കോൺഫ്ലവർ സെക്ഷൻ ആണ്, പക്ഷെ ഇത്തവണ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ദെൻ ബൺ ഐറ്റംസ് ഉണ്ടായിരുന്നു, കേക്ക് ഐറ്റംസ്. അതിൽ നിന്ന് 2-3 ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തു. സൈഡിൽ പോയി കുറച്ച് നേരം ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിച്ച കഴിഞ്ഞ ശേഷം എഗെയിൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാനുള്ള സമയം എനിക്കും എന്റെ വയറിനും ഞാൻ കൊടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. സ്ലൈഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നൊസ്റ്റു അടിച്ചു. ഞാൻ അത് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി, പക്ഷെ വെയിറ്റ് താങ്ങില്ല. പ്രോപ്പർട്ടി ഡാമേജ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ അത് വെച്ചു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു നേരെ തിരിഞ്ഞപ്പോഴാണ് ഊഞ്ഞാല കണ്ടത്. അവിടെ ഇരുന്ന് സ്ലൈഡിങ്ങിൽ കയറാൻ പറ്റാത്ത സങ്കടം ഞാനങ്ങ് തീർത്തു. കുറച്ചു നേരം ആകാശത്തോട്ട് നോക്കി ആ ഒരു തണുപ്പൊക്കെ എൻജോയ് ചെയ്തിട്ട് ഊഞ്ഞാല ആടി. പൊന്നൂന് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവള് നേരെ റൂമിലോട്ട് പോയി, അതുകൊണ്ട് പറ്റിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പൂൾ സെക്ഷൻ. ആനയുടെ തുമ്പിക്കയുടെ ഉള്ളിൽ കൂടെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവ് റൂമിന്റെ ചെറിയൊരു ഭാഗമാണ്. ആക്ച്വലി ഒരു ഡിഫറെന്റ് വൈസ് ആണ് കേവ് റൂംസ്, ഡീലക്സ് റൂംസ് എല്ലാം ഡിഫറെന്റ് ആണ്. ഇവിടെ വന്നവർക്ക് എന്തായാലും അറിയാവുന്ന ഒരു കാര്യമാണ്. ചുമ്മാ ക്യാമറമാനെ വട്ടം കറക്കാൻ വേണ്ടി ഞാനൊന്ന് അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നേരെ മേലോട്ട് പോയിട്ട് കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരാന്നുള്ളത്. സോ കം വിത്ത് മീ. ആക്ച്വലി വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോട് കൂടി തീരുന്നില്ല. പാർട്ട് 1 ആണ് ഇത്, പാർട്ട് 2 വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അത് മറക്കല്ലേ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. വേറെ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെ നോക്കിയാലും ഹാർട്ടും ആനയും പെറ്റൽസ് ആണ്. ആൻഡ് വൺ മോർ മെയിൻ ഹൈലൈറ്റ് പ്ലേസ് ആണ് നമ്മുടെ DJ സെക്ഷൻ. അടിപൊളി ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. രാത്രി നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഒരു ചൈന വൈബ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ദെൻ ആന ഇവിടെ എപ്പോഴും മെയിൻ ഹൈലൈറ്റ് ആണ്. ഈരാറ്റുപേട്ട അയ്യപ്പനെ പോലെ ഒരു ആന. ദെൻ കുതിര. പഴയ റിസോർട്ടിലെ മീര ഓർമ്മ വന്നു എനിക്ക്, മൾട്ടി കളർ ആയിട്ട്. അപ്പോൾ ആ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ. വീട് വരുന്ന സമയത്താണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഗതി മുഴുവൻ ഒന്നും പറയണ്ട. അച്ഛന്റെ മുഖത്ത് മാത്രം ഒരു എക്സ്പ്രഷനും ഇല്ല.